ആയത്തിന്റെ അവതരണത്തിന്റെ പശ്ചാത്തലം എന്താണെന്നറിയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന്റെ പ്രബോധനത്തിന്റെ പ്രാരംഭകാലം, മക്കത്തുള്ള ഖുറൈശി നേതാക്കന്മാരൊക്കെ എതിരിടുന്ന, ആക്രമിക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന സമയം, ദാറുൻ നദ്വയിൽ ഖുറൈശി നേതാക്കന്മാരുടെ മീറ്റിംഗ്, പ്രധാന ചർച്ചാ വിഷയം മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിട്ടാൽ ശരിയാവൂല. ഞാൻ ഈ പറയുന്നതിന്റെ പേരാട്ടോ മദ്ഹ് പറയൽ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് എന്ന് പറഞ്ഞാൽ. പറയുന്ന ആക്കും തിരിയണം, കേൾക്കുന്ന ആക്കും തിരിയണം. ആൾക്കാർക്ക് തിരിയാത്ത ഭാഷയിൽ എന്തെങ്കിലും പാട്ട് പാടിയിട്ട് മദ്ഹ് എന്ന് പറഞ്ഞാലൊന്നും അത് മദ്ഹാവൂല. അതുകൊണ്ട് ഇത്രയും വർഷമായി ഇത്ര പാട്ടുകൾ പാടിയിട്ടും ഇത്ര പ്രസംഗിച്ചിട്ടും സാധാരണക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് പുല്ലുവില കൽപ്പിക്കാത്തത്, തിരിയാത്തത് കൊണ്ട്, ഇത് മദ്ഹാണ് എന്ന് ബോധ്യപ്പെടാത്തത് കൊണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. മീറ്റിംഗ് എന്താണെന്നറിയോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ വിട്ടാ പറ്റൂല. ഒന്നുകിൽ വധിക്കണം, കൊല്ലണം, അല്ലെങ്കിൽ പിടിച്ച് വീട്ടിൽ തടവിലാക്കി കെട്ടിയിടണം, അല്ലെങ്കിൽ മക്കത്ത് നിന്ന് നാട് കടത്തണം. എന്താ ചെയ്യാ? അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ചെയ്തോളാം. മുഹമ്മദ് ഇങ്ങോട്ട് വരട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബാലയത്തിന്റെ മുറ്റത്ത് വന്ന് സാധാരണ പോലെ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ഞാൻ മുഹമ്മദിന്റെ തലക്കൊരു പാറക്കല്ലെടുത്ത് ഇടിച്ചിട്ട് പൊളിച്ചു കളയും, കൊന്നുകളയും ഞാൻ. അബൂജഹല പറയുന്നു. വലിയ നേതാവാണ്, വലിയ ധൈര്യശാലിയാണ്. ദാറുൻ നദ്വയിലെ ഖുറൈശി നേതാക്കന്മാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിനെ കാത്തു നിന്നു. ബാക്കി കഥ അള്ളാഹു പറഞ്ഞു ഖുർആനിൽ, നമുക്ക് കേൾപ്പിച്ചു തരാൻ. എന്താ കേൾപ്പിക്കുന്നറിയോ? അബൂജഹൽ എന്ന ശത്രു ആർക്കെതിരെയാ തീരുമാനം പറഞ്ഞു എന്നറിയോ? ആരുടെ തലയിൽ കല്ലെറിയുമെന്നാ വാദിച്ചെന്നറിയോ? ദാറുൻ നദ്വയിലെ ഖുറൈശി പ്രമുഖന്മാര് ആരെയാണ് ആക്രമിക്കാൻ നിൽക്കുന്നറിയോ? എന്റെ റസൂലിനെ, എന്റെ ഹബീബിനെ, ഏത് ആകാശത്തിന്റെ അപ്പുറത്തേക്ക് ഞാൻ വിളിച്ചു കൊണ്ടുപോയ എന്റെ പ്രവാചകനെ ഞാൻ എന്താ തീരുമാനിച്ചെന്ന് കേട്ടോളൂ. അള്ളാഹു കഥ പറഞ്ഞു തരാൻ. എന്തിനറിയോ? അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് നമ്മൾ അറിയാൻ, എന്നിട്ട് റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ നെഞ്ചോട് ചേർക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. എന്റെ മടുക്കേരിയിലെ മുഅ്മിനീങ്ങളെ, റാലി പങ്കെടുത്താലൊന്നും ഹുബ്ബത്താവൂല, തോരണം കെട്ടിയാലൊന്നും ഹുബ്ബാവൂല, പായസം വിളമ്പിയാലൊന്നും ഹുബ്ബാവൂല. ആൾക്കാർക്ക് തിരിയാത്ത മൗലീദിന്റെ കിതാബ് 1000 പ്രാവശ്യം വായിച്ചാലും മുഹബ്ബത്താവൂല. മുഹമ്മദുർ റസൂലുള്ളാഹി ആരാന്ന് മനസ്സിലാക്കി ജീവിതത്തിലെ എന്തും സഹിച്ചും ക്ഷമിച്ചും അപ്രവാചകനെ നെഞ്ചോട് ചേർക്കുന്നതിന്റെ പേരാ മുഹബ്ബ. അള്ളാഹു അങ്ങനെ പഠിപ്പിച്ചെന്ന്. അള്ളാഹു പറഞ്ഞു, അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. അറഅയ്ത, നബിയെ നിങ്ങൾ കണ്ടില്ലേ ഒരുത്തനെ? നിങ്ങൾ ഒരുത്തനെ ശ്രദ്ധിച്ചില്ലേ? യൻഹാ, അവൻ തടയാനാണ് വരുന്നത്. അബ്ദൻ ഇദാ സ്വല്ലാ, നിസ്കരിക്കാൻ വരുന്ന എന്റെ അബ്ദിനെ. ഈ അബ്ദ് എന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നത് എപ്പോഴാണെന്നറിയോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചാണ്. അതായത് അടിമത്തം അല്ലാഹുവിന്റെ മുമ്പിൽ പൂർത്തിയാക്കിയ നല്ല പക്കാ മുഅ്മിൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടത്തിൽപ്പെട്ട 1ാം നമ്പറുകാരനാണ്. എന്റെ അടിമ നിസ്കരിക്കാനായി വരുമ്പം തടയിടാൻ ശ്രമിച്ച അബൂജഹലിനെ കണ്ടില്ലേ നബിയെ? അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. എന്നിട്ട് അല്ലാഹു അതിന്റെ ഇടയിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അലം യഅലം ബിഅന്നല്ലാഹ യറാ. സുന്നത്തിനെ പുച്ഛിക്കുന്ന മനുഷ്യന്മാർക്കൊരു പാഠമാണ് ഈ ചോദ്യം. റസൂലുള്ളാഹിനെ കൊഞ്ഞനം കുത്തുന്ന, കളിയാക്കുന്ന വിഡ്ഢികൾക്കുള്ള അള്ളാഹുവിന്റെ അതിശക്തമായ താക്കീതാണ് ഈ ചോദ്യം. നിനക്കൊന്നും പറ്റുന്നില്ലല്ലേ ദുനിയാവില് റസൂലുള്ളാഹിനെ കളിയാക്കുമ്പോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ കാലുകൊണ്ട് ചവിട്ടി തേച്ച് തെമ്മാടിത്തരം കാണിക്കുമ്പോൾ നിന്റെ സമ്പത്തിന് കുറവില്ല, നിന്റെ ആരോഗ്യത്തിന് കുറവില്ല, നിന്റെ തറവാടിനും കുടുംബത്തിനും ഒരു പേരുദോഷമില്ല. നീ നെഞ്ചും പിരിച്ച് തലയും പൊക്കി ജീവിക്കുന്നു എന്ന അഹംഭാവം നിന്റെ കൽബിലുണ്ടോ? നീ അല്ലാഹുവിന്റെ താക്കീത് കേട്ടോളിൻ. അലം യഅലം ബിഅന്നല്ലാഹ യറാ. ഇവൻ എന്തൊരു വിഡ്ഢിയാണ്, ഇവൻ എന്തൊരു ധിക്കാരിയാണ്. ഓൻ അറിയുന്നില്ലേ ഏഴാകാശത്തിന്റെ അപ്പുറത്തുനിന്ന് അള്ളാഹു ഓനെ കാണുന്നുണ്ട്?
അള്ളാന്റെ റസൂലിനെ കൊല്ലാനും എറിയാനും വരുന്നവനെ അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഒരു ദിവസം എന്റെ മുമ്പിലേക്ക് അവൻ വരാൻ പോന്ന്. ഇന്ന് എങ്ങനെ നീ നടന്നോ? അലം യഅലം ബി അന്നല്ലാഹ യറാ. പറയാ ഖുർആൻ ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങളെ അവഗണിച്ചവരെന്താണ് ദുനിയാവിൽ സംഭവിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്ന് പലർക്കും സംഭവിച്ചത് നമ്മൾ മൂക്കിന്റെ തുമ്പത്ത് കാണുന്നുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പ്രിയപ്പെട്ടവർ, റസൂലുള്ളാഹിനെ ചില്ലറക്കാരനായിട്ട് കാണണ്ട. റസൂലുള്ളാഹിന്റെ സുന്നത്തിനെയും ഈസി ആയിട്ട് കാണണ്ട. ആഖിറത്തിന്റെ വിജയം അതിലും കൂടിയാണ്. അലം യഅലം ബി അന്നല്ലാഹ യറാ. അല്ലാഹു അവനെ നോക്കുന്നുണ്ട്, കാണുന്നുണ്ടെന്ന് അറിയില്ലേ അവന്? അലം യഅലം ബി അന്നല്ലാഹ യറാ കല്ലാ ലഇൻ ലം യൻതഹി. നബിയെ, നിങ്ങൾ പറഞ്ഞു വെക്കുന്നവനോട് വേണ്ടാത്ത പരിപാടിക്ക് നിൽക്കണ്ട, വേണ്ടാത്ത പരിപാടിക്ക് നിൽക്കണ്ട എന്ന് പറഞ്ഞേക്കിൻ. നിങ്ങൾ അടുത്തേക്ക് കല്ലും പറക്കിയിട്ട് വരണ്ട എന്ന് പറഞ്ഞേക്കിൻ. സുന്നത്തിനെതിരെ അവന്റെ നാവിനെ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞോളീൻ. സുന്നത്തിനെതിരെ അവൻ ഒന്നിനെയും ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞോളീൻ. കല്ല, ഒരിക്കലും വേണ്ട എന്ന് പറഞ്ഞേക്കിൻ. ലഇൻ ലം യൻതഹി, അവൻ പിന്മാറാൻ തയ്യാറല്ലെങ്കിൽ ഓന്റെ കിബറിനൊരു കുറവുമില്ല, ഓന്റെ അഹംഭാവത്തിനൊരു കുറവുമില്ല. കാരണം ഓന് ദുനിയാവിൽ ഒന്നും സംഭവിക്കുന്നില്ല. ആൾക്കാരുടെയും നാട്ടുകാരുടെയും മുന്നില് നെഞ്ചും പിരിച്ച് കളിയാക്കി പരിഹസിച്ച് കറങ്ങുകയാണ് അവൻ. കല്ല കല്ല, ആരും കാണുന്നില്ല എന്ന് വിചാരിക്കണ്ട. ലഇൻ ലം യൻതഹി, അവൻ പിന്മാറാൻ തയ്യാറല്ലെങ്കിൽ ലനസ്ഫഅൻ ബിന്നാസിയ, അവന്റെ തലയുടെ ഉച്ചിയിൽ ഞാൻ പിടിക്കാൻ പോവാൻ. ആരെയാ വെല്ലുവിളിക്കുന്നത്? ആരെ മുമ്പിലാ ഈ കിബർ? അള്ളാന്റെ മുമ്പിലോ? നിന്നെ സൃഷ്ടിച്ച് നിന്നെ ഉണ്ടാക്കിയ റബ്ബിന്റെ മുന്നിലോ? നിനക്ക് സ്വർഗത്തിന്റെ വഴി കാണിച്ചു തരാൻ വേണ്ടി അള്ളാഹു അയച്ച പ്രവാചകനെതിരായിട്ടോ നിന്റെ കളി? ലനസ്ഫഅൻ ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിയ. പരിശുദ്ധനല്ല അവൻ, വൃത്തികെട്ട തെമ്മാടിയായ കള്ളനായ അബൂജഹലിന്റെ തലയിൽ ഞാൻ പിടിച്ചു വലിക്കാൻ പോവാൻ. അബൂജഹൽ ഈ ആയത്ത് കേട്ടു. അനുയായികൾ ഉണ്ടാവുമല്ലോ, ചങ്ങായിമാരുണ്ടാവുമല്ലോ, പെട്ടെന്ന് വാട്സപ്പിൽ അയച്ചു കൊടുത്തു. ഇന്നത്തെ കാലം പറഞ്ഞിട്ട് അന്ന് വാട്സപ്പില്ല. അബൂജഹലിന്റെ ചെവിയിലെത്തി, ഇതാ ഇങ്ങനൊരു ആയത്തുണ്ട്. അബൂജഹൽ പറഞ്ഞു, എന്നോടാ കളി? ഞാൻ ആരെന്നറിയോ? മക്കത്തെ നേതാവാണ്. എന്റെ കൈമേൽ എത്ര ആളുണ്ടെന്നറിയോ? എനിക്ക് എത്ര പൈസ ഉണ്ടെന്നറിയോ? എന്റെ സംവിധാനം വല്ലതും മുഹമ്മദിന് അറിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം? കിബ്രന്മാർ അങ്ങനെ വർത്താനം പറയാം. ദുനിയാവ് വെച്ചിട്ട്. അള്ളാഹു ദുനിയാവ് വെച്ചിട്ടല്ല വെല്ലുവിളിക്കുക, അള്ളാഹിന്റെ ഖുവത്ത് വെച്ചിട്ടാണ്. പോയിട്ട് പറ മുഹമ്മദിനോട്, എന്തെങ്കിലും ചെയ്യാൻ പറ. മുഹമ്മദിനോട് പോയിട്ട് പറഞ്ഞേക്കീൻ, എനിക്ക് ആൾക്കാരുണ്ട്, അധികാരമുണ്ട്, സമ്പത്തുണ്ട്. മുഹമ്മദിനോ മുഹമ്മദിന്റെ റബ്ബിനോ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. പോയിട്ട് പറ, വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. ദർബാറിലെത്തി, ഓന്റെ കിബർ ദർബാറിലെത്തി. അടുത്ത ആയത്ത് വന്നു. നബിയെ ചെന്ന് പറ അബൂജഹലിനോട്, അവന്റെ സമ്പത്ത് ഉപയോഗിക്കാൻ, ആൾബലം ഉപയോഗിക്കാൻ, അധികാരം ഉപയോഗിക്കാൻ എന്ത് വെച്ചിട്ടാണ് എന്റെ പ്രവാചകനോട് യുദ്ധം ചെയ്യാൻ പറ്റുക? അവനെ മുഴുവനും വിളിച്ചു വരാൻ പറ അബൂജഹലിനോട്. അള്ളാഹിനോട് കളിക്കാൻ പോന്ന്. ഞാൻ എന്റെ പട്ടാളക്കാരെയും ഇറക്കിക്കോളാം. ഇതാ അള്ളാന്റെ പട്ടാളം. കാറ്റ് പട്ടാളമാണ്, രോഗം അള്ളാന്റെ പട്ടാളമാണ്, ഭൂകമ്പം അള്ളാന്റെ പട്ടാളക്കാരൻ ഞാൻ, ഈ ഉരുൾപൊട്ടൽ അള്ളാന്റെ പട്ടാളക്കാരൻ ഞാൻ. ബനൂ ഇസ്രായേലിന്റെ കഥ വായിച്ചാൽ മനസ്സിലാവും ഏതൊക്കെയാ അള്ളാന്റെ സൈന്യമെന്ന്. ഞാനും വിളിച്ചോളാം, നോക്കാല്ല ആരാ ജയിക്കാന്ന്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് തലകുത്തി സുജൂദ് ചെയ്ത് നിസ്കരിച്ചു. അബൂജഹൽ അനങ്ങുന്നില്ല. നിസ്കരിച്ചിട്ട് പോയി. ആൾക്കാർ ചോദിച്ചു, അബുൽ ഹക്കം നിങ്ങളല്ലേ പറഞ്ഞത് അറിയാൻ പോവാണ്? അബൂജഹൽ പറയാൻ, അള്ളാഹുവാണ് സത്യം, ഞാൻ അറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. എന്റെയും മുഹമ്മദിന്റെയും ഇടയിൽ അതിഭയങ്കരമായ ഒരു ഒട്ടകത്തെ ഞാൻ കണ്ടു, പേടിച്ചിട്ടാണ് ഞാൻ പോവാത്തത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂജഹൽ എങ്ങാനും എന്നെ അടുത്ത് വന്നിരുന്നെങ്കിൽ ജിബ്രീൽ അബൂജഹലിനെ എടുത്തിട്ട് കീറിയിട്ട് കളയുമായിരുന്നു, അടുക്കാൻ വിടൂലായിരുന്നു.
കാരണം അള്ളാഹുവിന്റെ റസൂലാണ്. എന്നിട്ട് നമ്മൾ കളിക്കുന്നു. നമുക്കിന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരമില്ല, നമ്മളെ കൂട്ടത്തിൽ സുന്നത്തുണ്ട്, ഹദീസുകളുണ്ട്. അതിനെ സ്നേഹിക്കണം, അതിനെ മുറുകെ പിടിക്കണം, അതിനെ പരിഗണിക്കണം. അള്ളാഹു ആ പരിഗണന പറഞ്ഞത്. ഓരോ സംഭവം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന്റെ ആശ, ഇഷ്ടം പുറത്തു പറഞ്ഞില്ല. എന്താണെന്നറിയോ? കഅബാലയം ഖിബിലയായിട്ട് കിട്ടാൻ. കഅബയിലേക്ക് ബൈത്തുൽ മുഖദ്ദസ് ആണ് ഖിബില. ഈ ഇഷ്ടം അള്ളാന്റെ മുമ്പിൽ അള്ളാന്റെ റസൂൽ അവതരിപ്പിച്ച രീതി എങ്ങനെയാണെന്നറിയോ? മദീനത്ത് എത്തിയതിനു ശേഷം മുകളിലേക്ക് ഇങ്ങനെ നോക്കും. ആ നോട്ടത്തിന്റെ അർത്ഥം റസൂലുള്ളാന്റെ റബ്ബിനറിയാം. എന്നിട്ട് കഅബന്റെ ഭാഗത്തേക്ക് നോക്കും. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. ഏ നബിയേ, ചിലപ്പോഴൊക്കെ നിങ്ങൾ ആകാശത്തേക്ക് മുഖം തിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് നബിയേ. നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നും എനിക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള കഅബ ഖിബലയായി കിട്ടാനുള്ള ആഗ്രഹമാണെന്നും അറിയാം. അടുത്ത വാക്ക് ശ്രദ്ധിച്ചോട്ടോ. ഫലനുവല്ലിയന്നക, തീർച്ചയായും ഞാൻ നിങ്ങളെ തിരിക്കാൻ പോവുകയാണ് നബിയെ. ഖിബലതൻ തർല്ലാഹ, ഖിബലതൻ തർല്ലാഹ, അങ്ങ് ഏതാണോ തൃപ്തിപ്പെട്ടത് ആ ഖിബലയിലേക്ക് ഞാൻ പാസ്സാക്കാൻ പോവാണ്. നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ, നിങ്ങളുടെ തൃപ്തി അതാണെങ്കിൽ, നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ നബിയെ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, ആയിക്കോട്ടെ, കഅബ തെരഞ്ഞെടുത്തോളൂ. ഒരു മക്കൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിന്റെ കൊതി 7 ആകാശത്തിന്റെ അപ്പുറത്ത് നിന്ന് നിയമമായി പാസ്സായിട്ടുണ്ടെങ്കിൽ അത് ഈ ഉമ്മത്തിനുള്ള താക്കീതാണ്. റസൂലുള്ളാഹിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോളണം, എന്റെ ഇഷ്ടം പോലെയല്ല. ഇങ്ങനെ അതാ മുഹബ്ബത്ത്. പ്രിയപ്പെട്ട അള്ളാഹു ഈ പറയുന്നത് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നസീബാക്കി തരട്ടെ. നമ്മളെ ഇഷ്ടമില്ല, ഇവിടെ നമ്മളെ ഇഷ്ടമില്ല. റസൂലുള്ളാഹിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോളണം. ഇതിങ്ങനെ ചെയ്യണമെന്നാ റസൂലുള്ളാഹി പറഞ്ഞു. അങ്ങനെ മതി. ഇത് ചെയ്യണ്ടെന്നാ പറഞ്ഞു. എന്താ എനിക്ക് വേണ്ട. ചിലപ്പോ ആൾക്കാർ പോവും, ചങ്ങായിമാര് പോവും, കുടുംബക്കാര് പോവും, നാട്ടുകാര് പോവും. ഇനി ദുനിയാവിലുള്ള ആരെന്നെ വെറുത്താലും മുഹമ്മദ് മുസ്തഫാന്റെ കൽപ്പന ഇതാണെങ്കിൽ അത് മതി എന്ന് വാശി പിടിക്കാൻ. അതാണ് ഈമാൻ, അതാണ് ഈമാൻ. അത് അള്ളാഹു പറഞ്ഞത്. വേറെ സംഭവം ഉണ്ടായി. വഹ്യ് വരുന്നില്ല. അള്ളാഹുവിന്റെ ഇഷ്ടം നോക്കണം. വഹ്യ് വരുന്നില്ല. അബൂജഹൽ അടക്കമുള്ള ഖുറൈശികളെ പറയാ, പുതിയ പുതിയ മുസ്ലിമീങ്ങൾ എടുത്ത് പോയിട്ട് പറയും, ഓടുത്തു റബ്ബ് കൊടുത്തു, എവിടെ നിങ്ങളെ വഹ്യ്? എന്താ ഇപ്പൊ മുഹമ്മദ് ഒന്നും ഉണ്ടാത്തത്? സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലതും വിട്ടോ പോയോ? മുഹമ്മദിന്റെ റബ്ബ് മുഹമ്മദിനെ അവഗണിച്ചോ? റസൂലുള്ളാഹിന്റെ ഖൽബിനെ കൊണ്ടു ആ ചോദ്യങ്ങൾ. ഭയങ്കര സങ്കടമായി. കാരണം ആരും കൂടെയില്ല, കുറച്ച് അടിമകൾ മാത്രമേ ഉള്ളൂ. പിന്നെ അബൂബക്കർ സിദ്ദീഖിനെ പോലത്തെ വളരെ തുച്ഛമായ ചില പൈസക്കാരും ചങ്ങായിമാരും, വേറെ ആരുമില്ല. ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിട്ട് റസൂലുള്ളാഹി നടക്കും, മലമുകളിൽ കയറും, ജിബ്രീലിനെ കാത്തിരിക്കും. വഹ്യ് ഒരു ദിവസമുണ്ട്, വഹ്യും കൊണ്ടുവരുന്നു. നമ്മൾ സാധാരണ ഒന്നായത്തില്ലേ, വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഖുറൈശികൾ പറഞ്ഞ അതേ വാക്കിൽ എന്താ പറഞ്ഞറിയോ? വദ്ദഅഹു റബ്ബു. മുഹമ്മദിന്റെ റബ്ബ് മുഹമ്മദിനെ കൈവിട്ടു, മുഹമ്മദിന്റെ റബ്ബ് മുഹമ്മദിനെ ഒഴിവാക്കി. ഖലാ, ഇതാ അവര് പറഞ്ഞ വാക്ക്. അതേ വാക്കില് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ എഴുതി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം വന്ന ആയത്തുകളാണ് സൂറത്തുൽ ദുഹ. അതിന് വേറെ ഹുക്കുമൊന്നുമില്ല. ആകെന്താ അറിയോ? പ്രഭാതം തന്നെയാണ് സത്യം, വല്ലൈലി ഇദാ സജാ, രാത്രി തന്നെയാണ് സത്യം, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഈ ശത്രുക്കൾ പറയും പോലെ നിങ്ങളെ റബ്ബ് നിങ്ങളെ ഒഴിവാക്കിയിട്ടുമില്ല, നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുമില്ല. അതുകൊണ്ട് വെറുതെ അവര് പറയുന്നത് കേട്ടിട്ട് വിഷമിക്കണ്ട, സമാധാനായിട്ടിരിക്കുന്നു, ആശ്വസിപ്പിക്കാൻ വന്നായെത്താൻ. എങ്കിലും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുന്നത്തിനെ കൊന്നു കുഴിച്ചു മൂടി ബിദ്അത്തുകൾ ജാഥയും പിടിച്ച് നടത്തുമ്പം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക? എന്തായിരിക്കും? റസൂൽ വഫാത്തിന്റെ സമയം ഒരു ദിവസം അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മളിങ്ങനെ കാത്തു കെട്ടിയിരിക്കാറുള്ള റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായി? അസുഖം മാറിയോ? ശിഫയായോ? സുഖമുണ്ടോ? ഒന്നും അറിയില്ല. പള്ളി നിറച്ചു വാള്, വരാന്തയിലാള്, മദീനത്തെ പള്ളിന്റെ മുറ്റത്ത് മുഴുവനും ആള്. ഒരു ദിവസം അവർ നിസ്കരിക്കാൻ വേണ്ടി നിന്നു. അബൂബക്കർ സിദ്ദീഖാണ് ഇമാം. പെട്ടെന്ന് റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ വിരിപ്പ് മാറി, കർട്ടൻ മാറ്റി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരിപ്പ് മാറ്റിയെ കണ്ടപ്പം അനസ് പറയാണ് റളിയല്ലാഹു അൻഹു, നമ്മളെ നിസ്കാരം തന്നെ ഫിത്നയിലായി പോകുന്നു, പേടിച്ചു പോയി. നമ്മൾ തിരിഞ്ഞു നോക്കി പോകുന്നു, പേടിയായി പോയി. പക്ഷേ
അത് കണ്ട സഹാബാക്കൾ പറഞ്ഞു, നമ്മൾ നോക്കിയിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് ചിരിച്ചു വന്നില്ല. പിന്നെ കർട്ടൻ ഇങ്ങോട്ട് മാറ്റി, പിന്നെ ആ കർട്ടൻ തുറന്നിട്ടില്ല, പിന്നെ വഫാത്തായി. ആ ചിരിയുടെ അർത്ഥം ഉലമാക്കൾ പറഞ്ഞു, സഹാബാക്കൾ സ്വഫ് നിൽക്കുന്നത് കണ്ടപ്പം ചിരിച്ചതാണ്. കാലുകൾ കാലിനോട് ചേർത്ത് വെച്ച് വിടവുകളില്ലാതെ ഞാൻ പഠിപ്പിച്ച പോലെ എൻ്റെ ഉമ്മത്ത് നിൽക്കുന്നു എന്നുള്ള സമാധാനം കൽബിന് കിട്ടിയപ്പം അവസാനമായിട്ടൊന്ന് ചിരിച്ചതാണ്. അങ്ങനെ ചിരിപ്പിക്കേണ്ടവരാകുമ്പോൾ ബിദ്അത്തുണ്ടാക്കി കരയിപ്പിക്കേണ്ടവരല്ല. അള്ളാഹു റസൂലുള്ളാഹിനെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. വേറൊരു സംഭവം ഉണ്ടായി. അബൂബക്കർ സിദ്ദീഖ് അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹു, ഈ രണ്ടാൾക്കാരും റസൂലുള്ളാഹിന്റെ മന്ത്രിമാർ. തങ്ങൾ പറഞ്ഞു, എനിക്ക് ഭൂമിയിൽ 2 മന്ത്രിമാരുണ്ട്, ആകാശത്തിൽ 2 മന്ത്രിമാരുണ്ട്. ആകാശത്ത് ജിബ്രീലും മീകായിലുമാണ്, ഭൂമിയിൽ അബൂബക്കറും ഉമറുമാണ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ 2 ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി റസൂലുള്ളാഹിന്റെ മുമ്പെന്ന്. അത് ഒരു സംഘത്തിന്റെ നേതാവായി ഒരാളെ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, വേറൊരാളെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കായി വർത്താനമായി. കുറച്ച് ശബ്ദം ഒന്ന് കൂടിപ്പോയി റസൂലുള്ളാഹിന്റെ മുമ്പിൽ. ഉടനെ വന്നു ജിബ്രീൽ, ഉടനെ വന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, എന്റെ നബിയുടെ ശബ്ദത്തിന്റെ മുകളിൽ നിങ്ങൾ ശബ്ദം ഉയർത്തിപ്പോവരുത്. ആകാശത്തിൽ നിന്ന് നിയമം പാസ്സാവുകയാണ്, എന്റെ റസൂലിനേക്കാളും വലിയ ശബ്ദത്തിൽ മിണ്ടിപ്പോവരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്ന, ഉറക്കെ പറയുന്ന പോലെ നിങ്ങൾ എന്റെ റസൂലിനോട് സംസാരിക്കാനും പാടില്ല. വളരെ ശബ്ദം താഴ്ത്തി വളരെ പതുക്കെ മാന്യമായി വർത്താനം പറഞ്ഞോളും. ഇതെന്റെ റസൂലാണ്, നിങ്ങൾ വിചാരിച്ച ആളല്ല. അള്ളാഹു നിയമം പാസാക്കി സൂറത്തുൽ ഹുജറാത്തിൽ. അത്രത്തോളം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു പരിഗണിച്ചു, സ്നേഹിച്ചു. എന്നിട്ട് നമ്മളെടുത്ത് പറഞ്ഞു, അതേപോലെ പരിഗണിച്ചോളണം, അതുപോലെ സ്നേഹിച്ചോളണം, എന്ന് രക്ഷപ്പെടാം. അള്ളാഹിന്റെ ഈ ഓർഡർ, ഈ കൽപ്പന ജീവനില്ലാത്ത വസ്തുക്കൾ വരെ സ്വീകരിച്ചു. പക്ഷെ 2 കാലിൽ നടക്കുന്ന ഈ ധിക്കാരികളായ നമ്മൾ സ്വീകരിച്ചില്ല. നമുക്ക് സുന്നത്തൊരു വിഷയം, താടി വെക്കേണ്ട നിർബന്ധം ആർക്കറിയാത്ത? റബീഉൽ അവ്വൽ നബിദിനാഘോഷ പരിപാടിക്ക് കൊടിപൊക്കിയ ഖത്തീബിന് അറിയില്ലേ താടി നീട്ടൽ നിർബന്ധാന്ന്? പായസം വിളമ്പിയ സെക്രട്ടറിക്കും പ്രസിഡന്റിനും അറിയില്ലേ? ജാഥ വിളിക്കുന്ന റാലിയിൽ പങ്കെടുക്കുന്ന പാതിരാവിലും മുളകുളിച്ചിടുന്ന ചെറുപ്പക്കാർക്ക് അറിയില്ലേ? മുഹമ്മദ് മുസ്തഫാന്റെ ഇഷ്ടവും ആശയും കൽപ്പനയുമാണ് താടി നീട്ടാന്നുള്ളത്. താടി മുഴുവനും പഠിച്ച് തനി ജൂതനെ പോലെ സുന്നത്തിനെ കൊന്നുകളയുന്ന ഇവൻ കാപട്യമല്ലേ റാലിയിൽ കാണിക്കുന്നത്? കൊടിപൊക്കി പായസം വിളമ്പി കാണിക്കുന്നത് നിഫാഖല്ലേ? ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയെ സ്വീകരിക്കൂലേ? മുസ്ലിം ഉമ്മത്ത് താടി വടിച്ച ഒരൊറ്റൊരുത്തരം മടിക്കേരി കാണിക്കാൻ പറ്റുമോ? താടി വടിച്ച ഒരു പുരുഷനെയും മടിക്കേരിയിൽ ഉണ്ടാവാൻ പാടുണ്ടോ? താടി വടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പേരിനെങ്കിലും ഉണ്ടാവാൻ പാടുണ്ടോ? ഹബ്ബുണ്ടെങ്കിൽ, ഈ പറയുന്ന സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ, ഈ കൊടിയും തോരണവും ജാഥയും റാലിയും പാട്ടും കൂത്തും ഇത് സത്യസന്ധമാണെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ കാണാൻ പാടുണ്ടോ താടിയില്ലാത്തത്? സലഫി പള്ളിന്റെ സഫ് വന്നിട്ടൊന്ന് നോക്ക്, മൗലാമാരും സഖാഫിമാരും മദനിമാരും ഒക്കെ. സലഫി മസ്ജിദിന്റെ സഫ് ഒന്ന് പരിശോധിക്ക്. അവര് പാട്ട് പാടൂല, റാലിയിൽ പങ്കെടുക്കൂല, ദഫ് മുട്ടിയിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിനെ കൊന്നുകളയൂല. മറിച്ച് അവന്റെ ശരീരത്തിൽ സുന്നത്തുണ്ടാവും, അവന്റെ മുഖത്ത് റസൂലുള്ളാഹിന്റെ കൽപ്പനയുള്ള താടിരോമം ഉണ്ടാവും. അതാ ഹുബ്ബ്, അതാ ഹുബ്ബ്. ഇത് പറയാനുള്ളതല്ല, ചെയ്യാനുള്ളതാണ്. മിണ്ടാപ്രാണികൾ വരെ ചെയ്തു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നു. ഉഹദ് മലന്റെ മുകളിൽ കയറി. എന്നിട്ട് പറയാ, ഹാദാ ഉഹദ്, ഹാദാ ഉഹദ്, ഇതാണ് ഉഹദ്, നുഹിബ്ബുഹു വയുഹിബ്ബുന, നമുക്ക് ഉഹദിനോട് ഇഷ്ടമാണ്, ഉഹദിനും നമ്മളെ ഇഷ്ടമാണ്. ഉഹദൊരു മലയാ, ജീവനില്ലാത്തൊരു സാധന. പക്ഷെ അതും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നമുക്കെന്താ വരാത്ത? പേരിൽ വന്നിട്ട് കാര്യമില്ല, ഹുബിന്റെ ഉള്ളിൽ വരണം. ഒരു മല അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണമെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എനിക്ക് നുബൂവത്ത് കിട്ടിയതിന്റെ തുടക്കകാലത്ത് ഇന്ന ബിമക്കത ഹജറൻ, ഇന്ന ബിമക്കത ഹജറൻ, മക്കയിൽ ഒരു കല്ലുണ്ടായിരുന്നു. കാന യുസല്ലിമു അലയ്യ ലയാലിയ ബുഇസ്തു, തുടക്കത്തിൽ ഞാൻ റസൂലുള്ളാഹി നബിയായി നിയോഗിക്കപ്പെട്ട ആ സമയത്ത്
ആ കല്ല് എന്നോട് സലാം പറയാറുണ്ടായിരുന്നു. ഇവിടെ നടന്നു പോകുമ്പോൾ വെക്കുന്നത് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബി ഇങ്ങനെ നോക്കും, ആരും കാണുന്നില്ല. പിന്നെ അതേപോലെ സലാം കേൾക്കുന്നു, റസൂലുള്ളാഹി നോക്കും, പിന്നെയും നോക്കുമ്പോൾ ഒരു കല്ല് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയാൻ. പക്ഷെ സഹാബത്തിന് കാണിച്ചു കൊടുത്തില്ല, പേടിച്ചിട്ട്. ഈ ഉമ്മത്ത് ആ കല്ല് പോക്കറ്റിലിട്ട് കച്ചവടാക്കുമെന്ന് പേടിച്ചിട്ട് ആ കല്ല് കാണിച്ചു കൊടുത്തില്ല. അതാ ഇന്നത്തെ അവസ്ഥ. എന്തെങ്കിലും കിട്ടിയാൽ മതി. ഒരുത്തൻ പറയുന്നു റസൂലുള്ളാഹിന്റെ മുടി 1/2 സെന്റിമീറ്റർ നീളം കൂടി. വേറൊരുത്തൻ പറയുന്നു റസൂലുള്ളാഹിന്റെ കബറിനുള്ള പൊടിയിട്ട വെള്ളം കൊണ്ട് കുടിക്കാം. പച്ച കച്ചവടക്കാരും കാപട്യമുള്ളവരുമാണ്. അവരെ സൂക്ഷിച്ചോളി, അത്രേ പറയാനുള്ളൂ. ഒരു കല്ല് സലാം പറയാറുണ്ടായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മദീന പള്ളിയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തിയ ഒരു മിമ്പറുണ്ട്. ഒരു ഈത്തപ്പഴത്തിന്റെ തടി, ഉണങ്ങിയ ഒരു ഈത്തപ്പഴത്തിന്റെ തടിക്കഷണം, അതിൽ ചാരി നിന്നിട്ടാണ് പ്രസംഗിക്കാറുള്ളത്. ആളുകൾ കൂടി, പള്ളിയിൽ ആൾക്കാർ വർദ്ധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഇബ്നൂലി മിമ്പറ, എനിക്കൊരു മിമ്പർ ഉണ്ടാക്കി തരൂ ആരെങ്കിലും. പള്ളിയുടെ ആവശ്യം ആൾക്കാരോട് പറയാം, പള്ളിയുടെ ആവശ്യങ്ങള് പള്ളി വരുന്ന ആൾക്കാരോട് പറയാം. അവരെന്നെ നടത്തേണ്ടത്. ആ കമ്മിറ്റിക്കാരെ മാത്രം ജോലിയല്ല, ആൾക്കാരെല്ലാം ചെയ്യേണ്ടതാണ്. ഇബ്നൂലി മിമ്പറ, എനിക്കൊരു മിമ്പർ ഉണ്ടാക്കി തരും. അപ്പം ബാക്കിന്ന് ഒരു സ്ത്രീ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ആരുണ്ട്? പെണ്ണുങ്ങളുണ്ട്. നബിയെ, എനിക്കൊരു അടിമയുണ്ട്, ഓ നല്ല ആശാരിയാണ്, ഞാൻ ഉണ്ടാക്കി തരട്ടെ. ആ ചാൻസ് ആ പെണ്ണുങ്ങൾ കൊണ്ടുപോയി. അങ്ങനെ സഹാബാക്കൾ പള്ളിയുടെ കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ അനാ യാ റസൂലല്ലാഹ്, അത് ഞാൻ ചെയ്തോളാം. ഇവിടെ ഉണ്ടങ്ങനത്തെ മനുഷ്യന്മാർ, അള്ളാഹു കബൂലാക്കട്ടെ. മിമ്പർ വന്നു, നല്ല 3 സ്റ്റെപ്പുള്ള നല്ല മരത്തിന്റെ ഉഗ്ര മിമ്പർ വന്നു. അടുത്ത പ്രസംഗത്തിന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിമ്പറിനെ ഒഴിവാക്കി, പഴയതിനെ ഒഴിവാക്കി, പുതിയന്റെ മുകളിൽ കയറി. അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വഅന ഫിൽ മസ്ജിദി അസ്മഅ, ഞാൻ അന്നേരം പള്ളിയിലുണ്ടായിരുന്നു. അപ്പൊ ഞാനും കേട്ടു, ദാലിക്, ആ ഉണങ്ങിയ ഈത്തപ്പഴത്തടിയുടെ കരച്ചിൽ, അത് ഞാനും കേട്ടു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി ഒഴിവാക്കിയപ്പം ആ ഷറഫ് പോയി. എന്റെ ചാരി നിന്നിട്ട് അള്ളാന്റെ റസൂല് പ്രസംഗിക്കുന്നുള്ള ആ ഒരു ബഹുമാനം അത് നഷ്ടപ്പെട്ടു തോന്നിപ്പോയി. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫവല്ലാഹി മാ സാലത് തഹിന്നു, ആ മരക്കഷണം കരഞ്ഞുകൊണ്ടേയിരുന്നു. ഹത്താ നസല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മിമ്പർ, പുതിയ മിമ്പറിന്റെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി. ഫമശാ ഇലൈഹ, അതിന്റെ അടുത്തേക്ക് നടന്നുപോയി. ഫഹ്തദനഹ ഫസകതത്, അതിനൊന്ന് ചേർത്ത് പിടിച്ചു. അപ്പൊ അത് മിണ്ടാതിരുന്നു. മുഅ്ജിസത്താണ് ഇത്. അനസ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് ഒന്നാമത്തെ സഫിൽ ഇരുന്ന് കേട്ട കഥ പറഞ്ഞതാണ്. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ നോക്കി, അൽ ഖശബ, അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, അൽ ഖശബ, ഒരു മരക്കഷണം, തഹിന്നു ഇലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബിന്റെ, സ്നേഹത്തിന്റെ, അടുപ്പത്തിന്റെ പേരിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി കരയുകയാണ്. യാ മഅ്ശറൽ മുസ്ലിമീൻ, ഏ മുസ്ലിമീങ്ങളെ, എങ്കിൽ ഈ ഉമ്മത്തിൽപ്പെട്ട മനുഷ്യരായ ആളുകൾക്ക് അവകാശമില്ലേ? അവർക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടുമുട്ടാനുള്ള കൊതിയിൽ അവരുടെ കണ്ണുകൾ നിറയാൻ, അവരുടെ ഖൽബ് കരയാൻ, റസൂലുള്ളാഹി തങ്ങളെ ജന്നത്തുൽ ഫിർദൗസിൽ നേർക്കുനേരെ കാണാൻ ആശിക്കാനെങ്കിലും മുസ്ലിം ഉമ്മത്തിന് ആഗ്രഹം വരുന്നില്ലേ? സുഫിയാൻ റഹ്മഹുല്ലാഹു തആല ചോദിച്ചു. ഇല്ല എന്നാ ഉത്തരം. ഇന്നത്തെ ഉമ്മത്തിന്റെ ഉത്തരം ഇല്ല എന്നാണ്. വെറും ചണ്ടികളാണ്. എന്നെ അടക്കം ഉൾപ്പെടുത്തിയിട്ടാ ഞാൻ പറയുന്നു. മിമ്പറിന്റെ മുകളിൽ നിങ്ങൾക്ക് ഖുതുബ നടത്തുന്ന പള്ളിയിലെ ഖത്തീബിനെ ഉൾപ്പെടുത്തിയിട്ടാ പറയുന്നത്. വെറും ചണ്ടികൾ. അല്ലാഹു മാപ്പാക്കി തരട്ടെ. ഒരു മരക്കഷണം, ഒരു കല്ലിന്റെ കഷണം, ഒരു ഒട്ടകം വന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കണ്ണു നനച്ചു. ഒട്ടകം അതിനൊന്ന് തലോടി കഴുത്തിൽ വിളിച്ചു, ആരാ ഇതിന്റെ മുതലാളി? അപ്പൊ അൻസാരികൾപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വന്നു. എടോ, റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് ഈ ഒട്ടകം പരാതി പറയുന്നുണ്ട്, നീ വല്ലാണ്ട് ജോലി എടുപ്പിക്കുന്നുണ്ട്, എന്നാ തിന്നാൻ കൊടുക്കുന്നില്ല. നാൽക്കാലികളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചോളണം. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്നേഹം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കണം. അത് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാണണം. അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ,
മിൻ അൻഫുസിഹിം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി ഞാൻ കൊടുത്ത നബി അവരുടെ സ്വന്തം ശരീരത്തെക്കാളും അവർക്ക് വലുതാണ്. എന്തും മാറ്റി വെച്ചോളി, വലുതാണ്. വല്ലാഹ്, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ കാണുന്ന ചില മുഖങ്ങളിൽ ഇന്ന് താടി രോമം കാണുമ്പോൾ, ഇന്ന് താടി വെച്ച അവരുടെ മനോഹരമായ മുഖം കാണുമ്പം മനസ്സിലുണ്ടാവുന്ന സന്തോഷവും ഒരു കുളിർമയും ചെറുതല്ല. മുമ്പ് അവരങ്ങനെയല്ല കണ്ടത്. അവർ ഈ മിമ്പറിന്റെ മുകളിൽ നിന്നും ഈ മെഹ്റാബൊന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ ആശയിതാന്ന് കേട്ടപ്പം അവർ പിന്നെ താടി നീട്ടി. പിന്നെ അവർക്ക് അത് പ്രശ്നമില്ല. അത് വലിയ സന്തോഷം നൽകുന്നുണ്ട്. അങ്ങനെയാ വേണ്ടത്. ചിലപ്പോൾ ആൾക്കാർ കളിയാക്കും, ചിലപ്പോൾ ജോലി പോയി പോകും, ചിലപ്പം ജോലി തന്നെ പോകും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സഹാബി, ചുരുക്കി പറയാം, അബൂ ഖതാദ റളിയല്ലാഹു അൻഹു. അവരുടെയൊക്കെ മനസ്സിൽ ആ റസൂലിനെ കൊണ്ടു നടന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു ദിവസം യാത്രയിലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒട്ടകപ്പുറത്താണ്. രാത്രി റസൂലുള്ളാഹിന്റെ അധിക യാത്രയും, കാരണം രാത്രി സമയം ചുരുക്കപ്പെടും. അബൂ ഖതാദ നോക്കുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഉറക്കം വരുന്നുണ്ട്. നബി ഇടക്കിടക്ക് ഇങ്ങനെ വീണു പോകുന്നുണ്ട്, ഒട്ടകക്കട്ടിൽ നിന്ന് ഇങ്ങനെ ചെരിയുന്നുണ്ട്. അബൂ ഖതാദ ഒട്ടകം തന്റെ കുതിര പിടിച്ചു, പെട്ടെന്ന് സ്പീഡിൽ ഓടിച്ചു പോയി റസൂലുള്ളാഹിന്റെ അരികത്ത് ഇങ്ങനെ നടത്തി. റസൂൽ ഇങ്ങനെ ആകുമ്പോൾ കൈവെക്കും, പിന്നെ നടക്കും. കുറെ കഴിയുമ്പോൾ റസൂലുള്ളാഹി പിന്നെ ഉറങ്ങിയിട്ട് ഇങ്ങനെ പോകാൻ പോകുമ്പോൾ അബൂ ഖതാദ കൈ കൊണ്ട് തടയും. അങ്ങനെ തഹജ്ജുദിന്റെ സമയമായി. യാത്ര രാത്രി തുടങ്ങിയതാണ്, തഹജ്ജുദിന്റെ സമയമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ചും കൂടി ഒന്ന് പൂഹാനായപ്പോൾ ശക്തമായിട്ട് അബൂ ഖതാദ ഒന്ന് പിടിച്ചു. നബി കണ്ണു തുറന്നു. മൻ ഹാദർ റജുൽ, റസൂലുള്ളാഹി ചോദിക്കാൻ, ആരാണിത്? രാത്രി പാതിരാവിലാണ്. ആരായത്? അന അബൂ ഖതാദ യാ റസൂലുള്ളാഹ്, അബൂ ഖതാദയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ചോദ്യം, അബൂ ഖതാദ എപ്പോഴാ എന്റെ കൂടെ യാത്ര തുടങ്ങിയത്? യാ റസൂലുള്ളാഹ്, രാത്രിയിൽ നിങ്ങൾ യാത്ര തുടങ്ങിയത് മുതൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട്. ഇതാ ഈ സമയം വരെ. മുഹമ്മദ് മുസ്തഫാന്റെ മനസ്സൊന്നൊരു ദുആ വന്നു, യാ അബാ ഖതാദ ഹഫിളകല്ലാഹ് ബിമാ ഹഫിൽത നബിയ, അല്ലാഹുവിന്റെ നബിയെ നീ സംരക്ഷിച്ച പോലെ നിന്നെയും അല്ലാഹു സംരക്ഷിക്കട്ടെ. ഒരു രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച അബൂ ഖതാദ റസൂലുള്ളാഹിന്റെ കാവൽക്കാരനായി മുന്നോട്ട്. എന്തേപ്പാ നമുക്കൊരു സെക്കൻഡ് പറ്റാത്തത്? എന്തേ നമുക്ക് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കാൻ സാധിക്കാത്തത്? ഉറക്കൊഴിച്ച് കഷ്ടപ്പെടാൻ, പ്രയാസപ്പെടാൻ, നാട്ടുകാർ പറയുന്നേ, നാട്ടുകാർ ചെയ്യുന്നേ ഒന്ന് ക്ഷമിക്കാൻ, ഒന്ന് സഹിക്കാൻ എന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ കേറിയിട്ടാ ഇതാ ഇവിടെയുള്ളൂ ഇങ്ങനെ പാടാനും പറയാനും പ്രസംഗിക്കാനും എഴുതാനും. അള്ളാഹു മാപ്പ് വരട്ടെ. കൽബിന്റെ ഉള്ളിൽ കയറണം. മാത്രമല്ല, ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കുണ്ടായിരുന്ന ആ ഒരു പരിഗണന, വഫാത്താവുന്നതിന്റെ 2 ദിവസം മുമ്പ് ഇതേപോലത്തെ ഒരു ദിവസം, റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി, ഇന്ന് മദീന ഇരുട്ടിലായ ദിവസമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മദീന പ്രകാശിച്ചത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് വന്നപ്പോഴാണ്. മദീന ഇരുണ്ടുപോയത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് വഫാത്തായ ദിവസമാണ്. ഇന്നേ ദിവസം. ഇന്നാണ് മുസ്ലിമീങ്ങൾ ജാഥ സംഘടിപ്പിച്ചത്? ഇന്നാ നിങ്ങൾ റാലിയിൽ പങ്കെടുത്തത്? ഇന്നക്ക് വേണ്ടിയാ നിങ്ങൾ ബിരിയാണി വെച്ചത്? ഇന്നത്തേക്ക് വേണ്ടി പായസം ഉണ്ടാക്കിയതും കുട്ടികൾക്ക് പുതിയ കുപ്പായി ഇടിപ്പിച്ച് ഷൂസും കോട്ടനും പുതിയത് വാങ്ങി മിഠായും പാലി വിതറിയിട്ട് ഇന്നാണോ ദഫ് മുട്ടി മീസക്കല്ലിട്ട് പാട്ട് പാടിയത്? ഇന്ന് അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായി എന്ന് താരീഖിന്റെ ഉലമാക്കൾ അഭിപ്രായ വ്യത്യാസമില്ലാതെ എഴുതി വെച്ച ഇന്നത്തെ ദിവസം റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് എന്തൊരു വിരോധാഭാസമാണ്, ഇതെന്തൊരു ധിക്കാരമാണ്, എന്തൊരു അഹങ്കാരമാണ്, എന്ത് വിചാരിച്ചിട്ടായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? 2 ദിവസം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് വന്നു. അലി ഇബ്നു അബി ത്വാലിബും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസും റളിയല്ലാഹു അൻഹുമ, അല്ലെങ്കിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു പിടിച്ചിട്ട് കൊണ്ടുവന്നു. മിമ്പറും ഇരുത്തുമ്പോ ഇരിക്കാൻ കഴിയുന്നില്ല, ചുട്ടുപൊള്ളുന്ന ചൂട്. തങ്ങൾ 2 പേരെയും പിടിച്ചിട്ട് അവിടെ നിന്നു, തലകുനിച്ചു, പറഞ്ഞു, ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും പ്രതികാരം വീട്ടാനുണ്ടെങ്കിൽ ഇപ്പാവാം. ഞാൻ ആരുടെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു ചോദിക്കാം, അടിച്ചിട്ടുണ്ടെങ്കിൽ പരിഹാരം തേടാം, ആരെങ്കിലും ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികാരമാവാം. സഹാബാക്കളെ കൽബ് കത്തിപ്പോയി. ഇവർക്ക് എന്ത് പ്രതികാരം, എന്ത് ഖിസാസ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ താരീഖിന്റെ ഉലമാക്കൾ എഴുതി, കാലുകൾ കുത്തിവെച്ച് തല അതിനിടയിൽ വെച്ച് കാലുകൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് അവർ കരയാൻ തുടങ്ങി. റസൂലുള്ളാഹിന്റെ പള്ളിയിൽ മുഴുവൻ കരച്ചിലിന്റെ ശബ്ദം മാത്രം.
പെട്ടെന്നൊരു ഭാഗത്തു നിന്ന് ശബ്ദം, അനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് പ്രതികാരം വീട്ടണം. കാലുകൾക്കിടയിൽ നിന്ന് തലപൊക്കി സഹാബാക്കൾ പിറകോട്ട് നോക്കി. നടന്നു വരുന്ന മനുഷ്യനെ കണ്ട് സഹാബത്ത് അന്തം വിട്ടു. ചില ആൾക്കാർ പറഞ്ഞു, ഹാദാ മുനാഫിഖ്, ഇവൻ കപട വിശ്വാസിയാണ്. റസൂലുള്ളാഹി തങ്ങളോട് എന്ത് പ്രതികാരമായി ഇവന് വീട്ടാനുള്ളത്? ഉമർ അൽ ഖത്താബിന്റെ കൈ വാൾത്തുമ്പിലേക്ക് നീങ്ങി ആ മനുഷ്യനെ കൊല്ലാൻ. കാരണം അല്ലാഹുവിന്റെ റസൂലിനോടാ പറയുന്നത്, എനിക്ക് പ്രതികാരമുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഊ, വിടിനയാളെ, വരട്ടെ, ആരും നോക്കട്ടെ. സഹാബത്ത് നോക്കുമ്പം ഉക്കാശ ബിൻ മിഹ്സൻ റളിയല്ലാഹു അൻഹു. ആരെന്നറിയോ? നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ബിലാ അദാബിൻ വലാ ഹിസാബ്, ഒരു ചോദ്യമില്ല, ഒരു ബാരിക്കേഡില്ല, ഒരു തടസ്സമില്ല. VVIP ആണ് ഉക്കാശ. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ലാണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന 70,000-ൽ ഒരാളെ നമുക്കറിയാം, അത് ഉക്കാശയാണ്. ബാക്കി ആരും നമുക്കറിയില്ല, അത് ഉക്കാശയാണ്. റസൂലുള്ളാഹി ചോദിച്ചു, യാ ഉക്കാശ, അലം അദ്ഉ ലക്, ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്തിട്ടില്ലേ? നിന്നെ ആ 70ന്റെ കൂട്ടത്തിൽ പെടുത്താൻ. നീ ഹിസാബില്ലാണ്ട് സ്വർഗത്ത് പോകുന്ന ആളല്ലേ, നിനക്കെന്താ എന്നോട് പ്രതികാരം? യാ റസൂലല്ലാഹ്, നിങ്ങളാ പറഞ്ഞ ഇങ്ങോട്ട് പ്രതികാരം ഉണ്ടെങ്കിൽ തീർത്തോളീ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്താ ഉക്കാശ? ഓ മാദാക്ക്, എന്താ നിന്റെ പ്രശ്നം? ഉക്കാശ ചോദിക്കാൻ, അത്തദ്കുറു യൗമ ബദർ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബദറിന്റെ ദിവസം ഓർമ്മയുണ്ടോ? എന്താണ് ഉക്കാശ, കാര്യം പറയും. അന്ന് യുദ്ധത്തിന് വേണ്ടി അണിയായിട്ട് നിൽക്കുമ്പം നിങ്ങളൊരു വടി കൊണ്ട് സഫുകൾ നേരെയാക്കുമ്പം എന്റെ വയറ്റത്തൊന്ന് കുത്തി. എന്നിട്ട് പറഞ്ഞു, ഉക്കാശ നേരെ നിൽക്ക്. ഔജഅതനി, എനിക്ക് അന്നേരം വേദന എടുത്തു. ആ വേദനയ്ക്ക് എനിക്ക് പ്രതികാരം വീട്ടണം. സഹാബാക്കൾ ഞെട്ടി. അള്ളാന്റെ റസൂലിനോട് ഉക്കാശ ഈ പറയുന്നു. ഉമർ ഫാറൂഖിന്റെ മുഖം മാറി. മുഹമ്മദ് മുസ്തഫാന്റെ ദേഹത്തേക്ക് ഒരു ഈച്ച വന്നാൽ പോലും സഹാബത്ത് സഹിക്കൂല. റസൂലുള്ളാഹിന്റെ കാലിന് ഒരു മുള്ള് തറക്കുന്നതിനേക്കാൾ നല്ലത് എന്നെ നിങ്ങൾ തൂക്കിക്കൊല്ലുന്നതാണ് എന്ന് പറഞ്ഞ സഹാബാക്കൾ അവിടെ ഉള്ളത്. ഉമർ ഫാറൂഖിന്റെ ദേഷ്യം ആളിക്കത്തി കണ്ണു ചുവന്നു. പക്ഷെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിട്ടേക്ക് ഉമർ, നാളെ അള്ളാഹിന്റെ കോടതിയിൽ ദീനാറും ദിർഹമും ഉപകാരപ്പെടൂല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തീർത്തിട്ട് വേണം എനിക്ക് പോവാൻ. നമ്മൾ എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ? എന്തെല്ലാം ഹക്ക് ദുനിയാവിൽ ബാക്കിയുണ്ട്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താ ഉള്ള ഹക്ക് ബാക്കി ദുനിയാവിൽ? ആഖിറത്തിൽ ആരാ തിരിച്ചു ചോദിക്കാനുള്ളത്? ആർക്കെന്താ? ഒരാൾക്ക് മാത്രം. റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു, എല്ലാവർക്കും ഞാൻ ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്തിട്ടുണ്ട്, അബൂബക്കറിനൊഴികെ. അബൂബക്കർ എനിക്ക് ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം നൽകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അള്ളാഹു പകരം കൊടുക്കും. ആ അബൂബക്കറിനെ കാഫിറാക്കിയ തെമ്മാടിക്കൂട്ടം തുടങ്ങി വെച്ചതാണ് നബിദിന പരിപാടി, അറിയോ? ആ അബൂബക്കറിനെ കാഫിറാക്കിയ തോന്നിവാസികളും പട്ടികളും തുടങ്ങി വെച്ചതാണ് നബിദിനാഘോഷ പരിപാടി, അറിയോ? അവരെ നിങ്ങൾക്ക് മാതൃക, അവരെ ഫോളോ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ നടത്തുന്ന പേക്കൂത്തുകൾ മുഴുവനും. ഇനിയും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദൻ. സൂക്ഷിച്ചോളി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് ഹക്കാ വീട്ടാനുള്ളത്? റസൂലുള്ളാഹി പറഞ്ഞു, വിട്ടേക്ക്. ദീനാറും ദിർഹമും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഉപകാരപ്പെടൂല. അതിന് മുമ്പ് ദുനിയാവെന്ന് പറഞ്ഞു തീർക്കണം. റസൂലുള്ളാഹി തങ്ങൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ വീട്ടിൽ ഇന്ന സ്ഥലത്ത് ആ വടിയുണ്ട്, നീ എടുത്തിട്ട് വാ. അയാൾ കൊണ്ടുവന്നു. ആ വടി ഉക്കാശന്റെ കൈമ കൊടുത്തിട്ട് പറഞ്ഞു, ഇഖ്തസ്സ മിന്നി യാ ഉക്കാശ, ഇഖ്തസ്സ മിന്നി, നീ ഖിസാസ് ചെയ്തോടെ, പ്രതികാരം വീട്ടിക്കോടെ. ഉക്കാശ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങളെ മേഹത്തുള്ള ഈ തുണിയില്ലേ, അത് മാറ്റിത്തരണം. അന്ന് ബദർ യുദ്ധത്തിന്റെ ശത്രുക്കളുടെ മുന്നിൽ നിൽക്കുമ്പം എന്റെ വയറ് കാലിയ, തുണിയില്ല, അവിടെയാ നിങ്ങൾ കുത്തിയത്, എനിക്ക് അങ്ങ് തന്നെ ചെയ്യണം. റസൂലുള്ളാഹി വടി കൊടുത്തു, തുണി മാറ്റി. ഉക്കാശ ഒന്ന് വടി പൊക്കി. സഹാബാക്കൾ അതിന്റെ കൂടെ ഇങ്ങനെ തലപൊക്കി. രണ്ടാമതും പൊക്കി, മൂന്നാമതും പൊക്കി, നാലാമത് വടി പുറത്തേക്ക് ചാടി. ഓടി വന്ന അല്ലാഹുവിന്റെ ഹബീബിനെ കെട്ടിപ്പിടിച്ച് ആ ഭാഗത്ത് ചുംബിക്കാൻ തുടങ്ങി. തുരുതുര ചുംബിച്ചു. റസൂലുള്ളാഹി ചോദിച്ചു, യാ ഉക്കാശ, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? നീ എന്നോട് വടി വാങ്ങി എന്നെ അടിക്കാനല്ലേ? നീ എന്താ ഈ കാണിക്കുന്നത്? അപ്പൊ പറഞ്ഞു, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ ജീവിതത്തിന്റെ അവസാന സമയത്താന്ന് എനിക്കറിയാം.
അങ്ങയുടെ ജീവിതത്തിന്റെ അവസാന സമയത്താണ് അങ്ങ് യാത്രയാകുമ്പം അങ്ങയുടെ ശരീരത്തോട് തൊട്ടത് ഇവരുടെ കൂട്ടത്തിൽ എന്റേത് മാത്രമായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നേരത്തെ കൊല്ലാൻ വാളെടുത്ത സഹാബകൾ വിചാരിച്ചു ഉക്കാശ നമ്മളായിരുന്നെങ്കിലെന്ന്. അവരെ കൽബിൽ അതായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് എന്ത് സുന്നത്ത്, നമുക്ക് എന്ത് ഹദീസ്. ഖാല റസൂലുള്ളാഹ്, ഇത് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, റസൂലുള്ളാഹ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ആയിക്കോട്ടെ നമുക്കെന്താ. ഇതല്ല മുഹബ്ബ പ്രിയപ്പെട്ടവരെ, ഇതല്ല മുഹബ്ബ. ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നമ്മളെ സ്വന്തം ശരീരത്തെക്കാളും അധികം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്റ്റ് നമ്പർ 1 ആയിരിക്കണം. അള്ളാഹു അങ്ങനെ സ്നേഹിക്കുന്ന, അങ്ങനെ ഇഷ്ടപ്പെടുന്ന നല്ലവരുടെ കൂട്ടത്തിൽ പെടുത്തി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.